ഇറാനെ 3 ആഴ്ച കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ ട്രംപാണ് ഇപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ സഹായം കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായം വേണം എന്ന് പറയുന്നു. തങ്ങൾക്കൊപ്പം നിൽക്കുന്ന മറ്റ് സഖ്യകക്ഷികളോട് പറയുന്നു ഹോർമൂസിലടക്കം കപ്പൽ പാത പൂർണ്ണമായും തുറന്നു കൊടുക്കാൻ ഇടപെടണമെന്ന് പറയുന്നു. ഞങ്ങൾ ഒറ്റയ്ക്ക് വിചാരിച്ചതെല്ലാം സാധിക്കുമെന്ന് പറഞ്ഞ ട്രംപിന് ഇസ്രായേലിനെ പോലും വിലക്കേണ്ടി വരുന്ന പശ്ചാത്തലമാണ് ഈ വാതകപ്പാടങ്ങളും മറ്റും ആക്രമിക്കുന്ന കാര്യത്തിലും മറ്റും. അങ്ങനെ ട്രംപിന് അടിതെറ്റുന്ന വളരെ പ്രധാനപ്പെട്ട കാഴ്ചയ്ക്ക് കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. ഒരുപക്ഷെ ട്രംപിൻ്റെ ശത്രുക്കളായ ഒരുപാട് രാജ്യങ്ങൾ ചിരിക്കുന്നുണ്ടാവും. ട്രംപിൻ്റെ സഖ്യകക്ഷികൾ പോലും ട്രംപിൻ്റെ അഹങ്കാരം ഒന്ന് കുറയട്ടെ എന്ന് വിശ്വസിക്കുന്നുണ്ടാകും. അങ്ങനെ എല്ലാം തൻ്റെ പരിധിയിൽ, തൻ്റെ അധികാര പരിധിയിൽ എന്ന് വിശ്വസിച്ചിരുന്ന ലോക പോലീസിന് പൂർണ്ണമായും അടിതെറ്റുകയാണ് ഇറാന് മുന്നിൽ എന്നുള്ളതാണ്. ഈ ആയുധ സംവിധാനങ്ങളും മിസൈലുകളും അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ നശിപ്പിച്ചു എന്ന് പറയുമ്പോഴും ഇറാനിൽ നിന്ന് ആക്രമണങ്ങൾ വരുന്നു. നിരവധി കിലോമീറ്ററുകൾ പിന്നിട്ട് മിസൈലുകൾ പോലും പല മേഖലകളിലും വന്ന് വീഴുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നതൊക്കെ ആരുടെ വീഴ്ചയാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണും. അതിനൊപ്പമാണ് മനു, ഈ US-ന് ഉണ്ടാകുന്ന യുദ്ധ ചിലവ് ചില്ലറയല്ലത്. അവരുടെ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ വലിയ തോതിൽ GDP ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറമാണെങ്കിൽ പോലും ഈ ചിലവെല്ലാം കൂടി ഒരു രാജ്യം വഹിക്കുക എന്നുള്ളതിൻ്റെ പ്രശ്നം കൂടി ഭാവിയിൽ അതിനും ട്രംപ് ഉത്തരം പറയേണ്ടി വരും. യുദ്ധം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഏതൊരു രാജ്യത്തിനും അങ്ങനെ ഗുണകരമാകുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് ട്രംപ് ഇതിനുവേണ്ടി ചിലവാക്കുന്ന തുക, അതിൻ്റെ മുഴുവൻ ഭാരവും അമേരിക്കൻ എക്സ്ചക്കറിലേക്ക് ഖജനാവിലേക്ക് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെ ട്രംപിന് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ചില പ്രയാസങ്ങൾ നേരിട്ടത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ജർമ്മനിയൊക്കെ ഈ ഘട്ടത്തിൽ ട്രംപിനോടൊപ്പം നിന്ന് ഈ യുദ്ധത്തിൽ പങ്കെടുക്കും എന്ന് ഒരു ഘട്ടത്തിൽ അദ്ദേഹം ധരിക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നേക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പല രാജ്യങ്ങളും സമാധാനമാണ് കൂടുതൽ അഭികാമ്യം എന്ന തരത്തിലേക്ക് ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലിയൊക്കെ നിലയുറപ്പിക്കുകയാണ്. നേരത്തെ സൈപ്രസിലേക്ക് ഇറാൻ നടത്തിയ ഒരു ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് നാറ്റോ വന്നിരുന്നു. നാറ്റോ അതിൻ്റെ വിശദാംശങ്ങൾ ആരായുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നാറ്റോ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ ഈ ആക്രമണത്തിൽ അണിചേരും എന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷ ട്രംപിന് ഉണ്ടായിരുന്നു. പക്ഷേ അവിടുന്നൊക്കെ കാര്യങ്ങൾ മാറുകയാണ്. ഇപ്പോൾ ഈ IRGC-യുടെ എയർസ്പേസ് ഫോഴ്സിൻ്റെ ചീഫ് സെയ്ദ് മജീദ് ഇപ്പോൾ ഇത് സംബന്ധിച്ച തങ്ങൾക്ക് ഈ ഇറാന് മുകളിലുള്ള ആകാശത്തിൽ, എയർ സ്പേസിൽ ടോട്ടൽ കൺട്രോളാണ്, അത് അങ്ങനെ പെട്ടെന്ന് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ലോകത്തിപ്പോൾ തുർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ ഹക്കൻ ഫിദാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സമാധാന ദൗത്യവുമായി വരുന്നുണ്ട്. തീർച്ചയായും മനു, സമയക്കുറണ്ട് ഇടപെടുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ലോകരാജ്യങ്ങളുടെ ഭാഗത്തുണ്ട്. അതിനെതിരെ ടെക്സസിൽ നിന്നും LPG-യുമായി കൂറ്റൻ ചരക്ക് കപ്പൽ പിക്സസ് പയനീർ മംഗലാപുരം തുറമുഖത്തെത്തി. രാവിലെ 6 മണിയോടെയാണ് എത്തിയത്. 47,236 ടൺ LPG ഉണ്ട് ഈ കപ്പലിൽ. റഷ്യൻ അസംസ്കൃത എണ്ണയുമായി അക്വാ ടൈറ്റൻ എന്ന കപ്പലും മംഗലാപുരത്ത് എത്തിയിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.